നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ്. അതീവ രുചികരമായ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാനായിട്ടുള്ള ഉരുളി റെഡിയാണ്. നമ്മുടെ ഉരുളിയിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി ഒന്ന് പൊട്ടി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 50 ഗ്രാം ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 50 ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ സബോള ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സബോള പച്ചമുളകും നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സബോളയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമ്മുടെ സബോള വഴറ്റിയെടുക്കാം. നമ്മുടെ സബോളയും പച്ചമുളകും നന്നായി പാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലയെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെറിയ ക്യൂബ് കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഏകദേശം മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം 150 മില്ലി അരമുറി തേങ്ങയുടെ 2ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കിഴങ്ങ് 2ാം പാലിൽ കിടന്ന് മസാലയായിട്ട് നന്നായി കുക്കായി വരണം. നമുക്കിനി മൂടി വെച്ച് ഏകദേശം 10 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി പറ്റി 2ാം പാലെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയിലോട്ട് നമുക്ക് നമ്മുടെ അരമുറി തേങ്ങയുടെ 1ാം പാൽ, ഏകദേശം 50 മില്ലി പാലുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല ആവശ്യമെങ്കിൽ മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഡിഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായിരിക്കുകയാണ്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഉരുളക്കിഴങ്ങ് കറി എല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഉരുളക്കിഴങ്ങ് കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.